தெரியுமா ആ പാടുന്നത് സ്വാമികളാ, ദേവനാരായണ സ്വാമികൾ മംഗലത്തെ. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ? എന്നാ? ഈ സ്വാമികളുടെ കച്ചേരിക്കൊപ്പം ഒന്നിരുന്ന് വായിക്കണം. മരിക്കുന്നതിന് മുമ്പ് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം മാത്രമേ ബാക്കിയുള്ളൂ. கடவுளே, அப்படி சொல்லாதுங்க. அது கேக்குறதுக்கே எனக்கு பயமா இருக்கு. என்னாச்சம்மாளே, ഇയാളെ தெரியுமா? தெரியுமே, ഇത് മംഗളത്തെ സ്വാമികളുടെ മകനാക്കും. கௌசல்யா, எனக்கு இந்த ஆளை கொஞ்சம் பார்க்கணும். சுவாமிகளை பார்க்க முடியல. எப்படி? கௌசல்யா, இது வச்சோ, செலவுக்கு எடுக்கலாம். എന്തൊരുക്കന്റെ ദേവമാളെ. ഈ കൗസല്യ എന്താ സംബന്ധത്തിന് പോവാ? പിന്നെ കാണാൻ പറ്റിയില്ലെങ്കിൽ എന്നെ കുറ്റം പറയരുത്. ഹരിനാരായണൻ എന്നൊരാള് നവരാത്രി സംഗീതോത്സവത്തിന് വരുന്നുണ്ടെന്ന് കേട്ടു. ആ ആള് തന്നെയാണോ ഈ ആള് എന്നെനിക്കറിയില്ല. ഏതായാലും നമുക്കൊന്ന് പോയി നോക്കാം. ആ, ഇപ്പൊ അങ്ങനെ ആയോ? നീ പോടച്ചേക്ക. അമ്മാള് വരൂ. അമ്മാളെ വാ. അമ്മാളെവിടെ? എവിടെ? വാ. അമ്മാളെ, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ കാണാൻ പറ്റിയില്ലെങ്കിൽ എന്നെ കുറ്റം പറയരുതെന്ന്. അതിപ്പോ കൗസല്യയുടെ കുഴപ്പം കൊണ്ടൊന്നല്ല, ആള് വന്നില്ല. അമ്മാളെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഈ മൂന്നാളും കൂടെയുള്ള യാത്ര ശരിയാവില്ല എന്ന്. ഇനിയിപ്പോ ഒരു വഴിയേ ഉള്ളൂ. നല്ല കുശാലായിട്ട് ചാപ്പാടടിച്ചിട്ട് അങ്ങോട്ട് പോവാ, അത്ര തന്നെ. അതേ ഉള്ളൂ ചിന്ത. ഈ കഴിക്കുന്നൊക്കെ എവിടേക്കാ പോകുന്നതാവോ? പോത്ത്. ഉറങ്ങുവത് പോതും ചാക്കാട്. വാങ്ങോ. Wow, beautiful. It's really interesting. Come on here. ये कौन है? I'm sorry. Hindi. Da. चूतिया आदमी. എന്തുവാടാ? ആർക്കിയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ബിൽഡിംഗ് ആണല്ലോ ഇത്. അധികമൊന്നുമില്ല, ഒരു 100-150 വർഷം പഴക്കം, അത്രേ ഉള്ളൂ. അപ്പ അറിയപ്പെടുന്ന ഒരു മ്യൂസിഷ്യൻ ആയിരുന്നു, മംഗലത്ത് ദേവനാരായണ ഭാഗവതർ. Yes, I've heard a lot. Great Carnatic musician. സൂക്ഷിച്ച്. Okay.
സാലെ പട്ടർ സാല എൻ്റെ ഭാര്യയായിരിക്കും പാടുന്നത്. സത്യഭാമേ കോമ അവളുടെ ഒരു വേഷം പടുതി. അയ്യേ, പെണ്ണുങ്ങൾ ബീഡി വലിക്കൂ. ഷോർട്ടിടാതൊരു ഹരിയേട്ടനോ. ഇത്തരം കാര്യങ്ങളൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ നിങ്ങൾ തരുന്ന പണവും എനിക്ക് പ്രശ്നമല്ല. പിന്നെ ശരിക്കുണ്ടല്ലോ. പിന്നെ ഈ പണം കൊണ്ട് തന്നെ മേടിക്കണം എന്ന് വിചാരിച്ചാ അതൊന്നും നടക്കില്ല. എന്നാര് പറഞ്ഞു? ഇത് അവൾക്ക് കൊടുക്കാം. ഞാൻ ആരോ മോള്. തറയിലിട്ട് കുച്ചിപ്പുടി കളിക്കാ വേണ്ടത്. ആ പിന്നെ പോട്ടെ. ഹരി, ഇറ്റ്സ് വെരി ഓൾഡ് അല്ലേ? ബട്ട് ഇറ്റ്സ് നൈസ്. ചായ. സാല. താങ്ക് യു. അച്ഛമാലേ സത്യഭാമ. സൂപ്പർ. ഇതും നല്ലൊരു റിസർച്ച് വർക്ക് ആണല്ലോ. ഒലിപ്പിക്കണല്ലോ. പോയി. സോ മിസ്റ്റർ ഹരി, ഇതെൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആണ്. ILF മ്യൂസിക് തെറാപ്പി സെന്റർ, ഒരു ഫ്രഞ്ച് കൊളാബറേഷൻ. ആക്ച്വലി ഹരി കാണാത്ത ഒരു ആസ്പെക്ട് ഹരിയുടെ റിസർച്ച് വർക്കിനുണ്ട്. നിങ്ങളുടെ ട്രൈബൽ മ്യൂസിക് റിലാക്സിംഗ് തെറാപ്പിക്ക് ഒരു ബെസ്റ്റ് മെഡിസിൻ ആയിരിക്കും. സോ മിസ്റ്റർ ഹരി, വാട്ട് ഐ മെന്റ് ഇസ് ഈ റിസർച്ച് വർക്ക് ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആവും. അതിന് സംഗീതം ഒരു വിൽപ്പനച്ചരക്കല്ലല്ലോ. ഞാനും കുറേ ഇതിന്റെ പിന്നാലെ ഓടിയിട്ടുള്ളതാ. ആന്റണിയോ സാൽവിയുടെ മാസ് ഓഫ് ഡെത്ത് സിംഫണിയാ, കേട്ടിട്ടുണ്ടോ? അമത്യോസ് എന്ന ചലച്ചിത്രത്തിന്റെ സംഗീതമാണത്. പക്ഷെ ഗീന, നിന്റെ ഒരു സിംഫണിക്കും പുല്ലാങ്കുഴലിന്റെയോ സരോദന്റെയോ നാദഗോപുരങ്ങളെ ഭേദിക്കാനാവില്ല. ഞാൻ മ്യൂസിക്കിന്റെ സയൻസ് ആണ് സംസാരിക്കുന്നത്, അല്ലാതെ വൈകാരികതയല്ല. ഈ എല്ലാത്തിനും ഒരു ലോജിക്കിന്റെ ചട്ടക്കൂടിലേക്ക് ഒതുക്കാൻ ശ്രമിക്കുന്നത് നീ മഠയാണ്. സംഗീതം അതെന്നും അത് യുക്തികൾക്കും അപ്പുറമാണ്. കിന, നീ തിരുവയ്യാറ് പോയിട്ടുണ്ടോ? കാവേരിയുടെ ജലതീരത്ത് നിനക്ക് ചെറിയൊരു കോവിൽ കാണാം. ആരുടേതാണെന്ന് തെരിയുമാ? ത്യാഗരാജസ്വാമികളുടേത്. അങ്ക നിൽക്കുമ്പോ നീ ഒരു രാഗവും താളവും അറിയണ്ട. പാര്, അങ്ക മനസ്സറിഞ്ഞൊന്ന് തൊഴുതു നിന്നാ പോതും. കാവേരിയുടെ ഓളങ്ങളിൽ നിനക്ക് കച്ചബി വീണയുടെ നാദം കേൾക്കാം. സപ്തസ്വരങ്ങളുടെ ആരോഹണ അവരോഹണങ്ങൾ നിന്റെ ആത്മാവിലേക്ക് അഗ്നിയായി പടർന്നു കയറുന്നു നിനക്ക് തിരിച്ചറിയാം. അവിടെ എന്നമ്മാ സയൻസ്? യെസ്, ഇങ്ങനെ ഒരാളെയാണ് ഞാൻ തേടി നടന്നത്. പ്ലീസ് എന്നെ നിരാശപ്പെടുത്തരുത് ഹരി. ഈ പ്രോജക്റ്റ് ഞങ്ങളോടൊപ്പം ഉണ്ടാവണം, ഒരു പാർട്ട്ണറായിട്ട്. എന്താടാ ചെക്ക, ഇന്ന് നിനക്ക് ചാക്കാലൊന്നും ഇല്ലേ? അറിഞ്ഞോ ദേവമാളെ? എന്ത്? നമ്മുടെ മാർത്താണ്ഡനെ. എന്താ മാർത്താണ്ഡന്? നമ്മുടെ ഭ്രാന്തൻ മാർത്താണ്ഡനെ കുതിരവട്ടത്തുണ്ട്. ഇന്നലെ ചങ്കലയും പൊട്ടിച്ചോണ്ട് ഓടിയതാ. കടവത്തിട്ട് എല്ലാരും കൂടെ ഓടിച്ചിട്ട് പിടിച്ച്. അയ്യോ, എനിക്ക് വയ്യ. நான் இனி எப்படி தூங்குவோங்க கௌசல்யா?